നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം ഗൈസ്. ഇന്നത്തെ ടോപ്പിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആക്ച്വലി. എൻ്റെ ഒരു സബ്സ്ക്രൈബർ അരുൺ ആളെനിക്ക് ഇമെയിൽ ചെയ്തിരുന്നു. പ്ലസ് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നു കാനഡയോ ദുബായോ എന്നും പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ടൊരു ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് സ്പെഷ്യലി എടുത്തത്. അപ്പോൾ ആരുടെ ആക്ച്വലി എനിക്ക് അയച്ച ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ ആയിരുന്നു. മലയാളി ഓൺ ദി മൂവ് എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ മലയാളി ഇങ്ങനെ കാനഡയിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട്, കാനഡയിലുള്ള പ്രശ്നങ്ങളല്ല, കാനഡയിൽ നമ്മളുടെ ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് കൂടുതലും ആൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാൻ പറഞ്ഞു. പ്ലസ് ഞാൻ കാനഡയിൽ നിന്ന് ദുബായിലേക്ക് മൂവ് ചെയ്യണമോ വേണ്ടയോ, നല്ലതാണോ, ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവുമോ, അതൊക്കെ ചോദിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്, ഈ വ്ളോഗ്. സോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഈ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. പ്ലീസ് ഇതൊരു ഡിസ്ക്ലെയിമറായിട്ട് കരുതുക. എൻ്റെ ഒപ്പീനിയനാണ്, വേറെ ആൾക്കാരുടെ ഒപ്പീനിയനായിട്ട് യാതൊരു ബന്ധവുമില്ല എൻ്റെ ഒപ്പീനിയന്. അപ്പോൾ ഞാനെടുത്ത ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ 30 കൊല്ലം ദുബായിൽ ജീവിച്ചിട്ട് പോകുന്ന ഒരു ഡിസിഷനാണ്. ഞാൻ ദുബായിൽ 30 കൊല്ലം എങ്ങനെ ജീവിച്ചു, എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, അതിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു. ഇറ്റ് വാസ് ഓൾ ഗുഡ്, എല്ലാതും നല്ലതായിരുന്നു. ദുബായ് എനിക്ക് ഇപ്പോഴും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇനി എനിക്ക് മുന്നോട്ട് ഞാൻ സഫർ ചെയ്തതും ഞാൻ ഈ പെയിൻ എടുത്തതും പാൻഡമിക് കഴിഞ്ഞിട്ടുള്ളത്, നഷ്ടപരിഹാരമൊന്നും കിട്ടാണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റിലെല്ലാതും നമുക്ക് മനസ്സിലാവും, ഓ ഇനി ഇവിടെ നിന്നുള്ള വഴി നമ്മളുടെ രാജ്യം മാത്രം എന്നുള്ളത്. അപ്പം അത് ഒരു ഡിസ്ക്ലെയിമറായിട്ട് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഡിസിഷൻസും ഞാൻ പറയണത് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിലെ ഡിസിഷൻസ് കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ ലൈഫ് ഡിഫറെൻ്റ് ആയിരിക്കും, എൻ്റെ ലൈഫ് ഡിഫറെൻ്റാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. അപ്പോൾ ഇന്നത്തെ നടക്കലിൻ്റെ അധികം ആയില്ല, കാരണം ഈ ടോപ്പിക്ക് അത്രയും വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് വലുതാവാം. അപ്പോൾ ഫുള്ളായിട്ട് കാണാം ഈ വീഡിയോ. ഞാൻ ഇപ്പോൾ ഒരു കാപ്പി അടിച്ചുകൊണ്ടിരിക്കുന്നത്, മെഷീൻ്റെ കാപ്പിയാണ്, നമ്മുടെ നാടൻ കാപ്പിയല്ല. അപ്പോൾ അരുൺ ചോദിച്ചതിൻ്റെ റിപ്ലൈ എനിക്ക് തരാനുള്ളതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എനിക്ക് ഡൽഹി മലയാളി എന്നുള്ള ഞാൻ എൻ്റെ പേരിട്ടതിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പേട്രിയോട്ടിക് ആളാണ്, എനിക്കിഷ്ടമാണ് നമ്മുടെ നാട്. അപ്പോൾ ഡൽഹി മലയാളി. അതുമാതിരിയാണ് ഇന്ത്യൻ ഓൺ ദി മൂവ് എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതൊരു ഫീലായി. ഇയാളെ പറ്റിയിട്ടാണ് ഞാൻ ആളുടെ പേരെടുത്തിട്ടുണ്ടായിരുന്നില്ല, ആളെ പറ്റിയിട്ടാണ് എൻ്റെ പഴയ ഒരു വ്ളോഗിൽ പറഞ്ഞത്. മറ്റ് നോർത്ത് ഇന്ത്യൻസിനെ തരം താഴ്ത്തി കാണിച്ചിട്ട് നമ്മുടെ മലയാളികൾ നല്ലതാണ്, നമ്മുടെ ഇന്ത്യൻസ് കാട്ടിക്കൂട്ടേണ്ടത് കണ്ടില്ലേ, അതല്ലേ ഇതല്ലേ എന്നും പറഞ്ഞിട്ടാണ് ആൾ കൂടുതലും വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫുൾ ഇന്ത്യൻസിനെ പറ്റിയിട്ടുള്ളത് നെഗറ്റീവ് വീഡിയോ ആണ്. ഓഫ് കോഴ്സ് അത് എല്ലാ ഇന്ത്യൻസിനെയും ബാധിക്കും, കാരണം അയാൾ ഉണ്ടാക്കുന്ന വീഡിയോ ആൾക്ക് തന്നെ മനസ്സിലാവണില്ല. ദിസ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് ഓൾ ഓഫ് ദി ഇന്ത്യൻസ്, നോട്ട് ഓൺലി ഇൻ കാനഡ, എൻറ്റയർ വേൾഡ്. ആൾ ആക്ച്വലി ഇങ്ങനത്തെ പ്രോബ്ലംസ് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻസ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്, കള്ളു കുടിച്ചിട്ട് വഴിയിൽ മൂത്രമൊഴിക്കുക, അങ്ങനെ പല വീഡിയോസും ആളിങ്ങനെ ഒരു ക്ലിപ്പ് എടുത്തിട്ടാണ് ആൾ കാണിക്കുന്നത്. സിഖുകാർ ഇത് ചെയ്യുക, പിന്നെ നോർത്ത് ഇന്ത്യൻസ് അത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, മലയാളികൾ അങ്ങനെ ചെയ്യുക, ഇത് ചെയ്യുക. തനിക്ക് വേറൊരു വീഡിയോ ഒന്നും കിട്ടൂല. എനിക്ക് ആകെ ചോദിക്കാനുള്ളത്, വേറെ ഇംഗ്ലീഷുകാർ ചെയ്യുന്ന വീഡിയോ ഒന്നും കിട്ടാറില്ല. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തതിൽ ഇഷ്ടം പോലെ നമ്മൾക്ക് അങ്ങനത്തെ വീഡിയോസ് കിട്ടും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഹീ ഈസ് ഓൺലി പിക്കിങ് നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ വീഡിയോസും നമ്മുടെ ഇന്ത്യൻസിനെ ഷെയിമാക്കിയിട്ടുള്ള വീഡിയോസുമാണ്. എനിക്ക് അയാളായിട്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല. ഇന്ത്യൻ ഓൺ ദി മൂവ് ആൾ വീഡിയോ ഉണ്ടാക്കുന്നു, ആൾക്ക് വ്യൂസ് കിട്ടുന്നു, ആൾക്ക് സബ്സ്ക്രൈബർ കിട്ടുന്നു. അപ്പോൾ ആളതനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അത് ആക്ച്വലി ഭയങ്കരമായിട്ട് നമ്മളുടെ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കും ഇങ്ങനത്തെ വീഡിയോസ്. നമ്മളെ തന്നെ തരം താഴ്ത്തി കാണിക്കാനാണ് ഈ വീഡിയോയിൽ തോന്നുന്നത്. കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു പേട്രിയോട്ടിക് ഇന്ത്യൻ ആയിട്ട് പോലും എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു പുച്ഛമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നമ്മളൊരു ഇന്ത്യക്കാരായിട്ട് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത്.
പക്ഷേ ഇതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങളിലേക്ക് നമ്മൾക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് വളരെയധികം ഇന്നലെ ഫുൾ ഡേ ഇരുന്ന് ഞാൻ റിസർച്ച് ചെയ്തു. എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളത്, ഇവർ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം റിസർച്ച് ചെയ്യുക. ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത് കാരണം എന്താണ് ഇതിൻ്റെ പിന്നാലെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിവരം മനസ്സിലാവും. അപ്പോൾ വിത്തൗട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മൾ തരം താഴ്ത്തി കാണിക്കാമെന്ന് പറഞ്ഞില്ല. ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ ഞാൻ ചെയ്ത റിസർച്ച് അനുസരിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ആദ്യം ഇതിനെപ്പറ്റി പറയാനുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ റിസർച്ച് നോട്ട്സാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം എനിക്ക് വേറെ അവിടെ നിന്നല്ല കിട്ടിയത്, ഇൻ്റർനെറ്റിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻസ് ഇൻ കാനഡ. സൗത്ത് ഏഷ്യൻസ് ആരാണ്? നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് മുതൽ ഉള്ളത് അപ്പുറത്തേക്ക് ഈസ്റ്റ് സൈഡിലേക്ക് ഉള്ളവരോട് സൗത്ത് ഏഷ്യൻസ് ഇൻ കാനഡ എന്ന് ഞാനിതിലെടുത്തത്. അപ്പോൾ അതിൽ ഇന്ത്യൻസ് ആവാം. പക്ഷേ ഇന്ത്യൻസിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എങ്ങനെ എത്തിച്ചേർന്നു. അപ്പോൾ 1897 ആദ്യമായിട്ട് നമ്മളവിടെ എത്തിച്ചേർന്നത്. കാരണം the first known records of Canadians from South Asia dates back in 1897 when Punjabi Sikh soldiers arrived in British Columbia while transiting from India. ഇത് തന്നെ മതി നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാൻ. പഞ്ചാബി സിഖ് സോൾജേഴ്സ് വെയർ ട്രാൻസിറ്റഡ് ഫ്രം ബ്രിട്ടീഷ്. കാരണം എന്താണ്? നമ്മൾ ബ്രിട്ടൻ്റെ അണ്ടറിലായിരുന്നു, ഈ വെള്ളക്കാരുടെ അണ്ടറിലായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ലോകം മുഴുവൻ ഇവർ കൊണ്ടുപോയി, നമ്മളെ കൊണ്ട് വാർ ചെയ്യിപ്പിച്ചു. മാണിക് ഷോ എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സാം മാണിക് ഷോ. അതിൽ സാം മാണിക് ഷോ ബംഗ്ലാദേശിന് പാകിസ്ഥാനിൽ നിന്നും ഫ്രീഡം കൊടുത്തു, ഇൻഡിപെൻഡൻസ് കൊടുത്തു. കാരണം അത്രയും പ്രശ്നങ്ങളാണ് പാകിസ്ഥാനികൾ ബംഗ്ലാദേശിനായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ സാം മാണിക് ഷോ അന്ന് വർക്ക് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങനെ പറയാം. അപ്പം അങ്ങനെയാണ് ഇവന്മാർ അവിടെ ഏറ്റവും ആദ്യം സിഖുകാർ അവിടെ എത്തിച്ചേർന്നത്. അവിടെ നമ്മുടെ കാനഡയിൽ അവിടുന്ന് ഒരു സിഖ് റെജിമെൻ്റായിട്ട് തന്നെയാണ് അത് അവിടെ എത്തിയത്. പിന്നെ അവിടുന്ന് കുറേ ആൾക്കാരെ പിന്നെയും അവർ കൊണ്ടുവന്നു, അവിടെ തന്നെ സെറ്റിൽമെൻറ്റ് ചെയ്തു. കാരണം ഈവൻ കാനഡ വാസ് റൂൾഡ് ബൈ ബ്രിട്ടീഷേഴ്സ്. പണ്ടത്തെ മാതിരി തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അത് അബോറിജിനൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാനഡയിലും അവരുടെ ഹിസ്റ്ററിയിൽ ശരിക്കും പറഞ്ഞ വെള്ളക്കാരല്ല, അവിടുത്തെ റിയൽ നേറ്റീവ്സ് വേറെ ആൾക്കാരുണ്ട്. അവരെ താഴ്ത്തിയിട്ടാണ് ഇവിടെ വെള്ളക്കാർ വന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ വെള്ളക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ അത് അവരുടെ ലാൻഡ് ആക്കിയെടുത്താണ് കാനഡ. പിന്നെ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് 100 were again brought from India in 1900. എന്തിനെന്നറിയോ? സൗത്ത് ഏഷ്യൻ സെറ്റിൽമെൻറ്റ് വേവ്സ് ടു കാനഡ നടന്നത് 1900-ൽ. റെയിൽ റോഡ് ഉണ്ടാക്കാൻ, പിന്നെ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ, ഇങ്ങനെ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന കാനഡയിലുള്ള ഹിസ്റ്ററി, റൂട്ട്സ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഫ്രം ദെയർ. നമ്മുടെ സ്ലേവ്സിനെ കൊണ്ടുപോയിട്ടാണ് ആ കാനഡ ഉണ്ടാക്കിയത്. എടോ, എനിക്ക് ഇയാളോട് പറയാനുള്ളതാണ്, ഹിസ്റ്ററി വായിക്കാണ്ട് ഇയാൾ ഓരോന്നിങ്ങനെ തരം താഴ്ത്തി കാണിക്കുന്നു. ആരാണിത്? ഇന്ത്യൻ ഓൺ ദി മൂവ്. എനിക്ക് ആളായിട്ട് വേറെ ഇതൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് നോട്ട് ഗുഡ്. നമ്മളുടെ ആൾക്കാരെ തരം താഴ്ത്തുക. നമ്മൾ ഹിസ്റ്ററി വായിക്കുക. അപ്പോൾ 1900-ൽ നമ്മളുടെ ഇങ്ങനത്തെ ഇത് വന്നു. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഞാനൊരു വേറെ സിമ്പിൾ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ മലയാളികളും സൗത്ത് ഇന്ത്യൻസും? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടാണ് സിംഗപ്പൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമിഴന്മാർ? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടാണ് കാനഡയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിഖ് പഞ്ചാബികളും? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഗുജറാത്തികൾ? എടോ, ഇതാണ് പ്രശ്നം. നമ്മൾ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും ആ കമ്മ്യൂണിറ്റി അത്രയും കൂടുതൽ നിങ്ങൾക്ക് കാണുന്നത് ബിക്കോസ് വി ഹാവ് മൈഗ്രേറ്റഡ് ഹിയർ or brought here by other people, or we have settled down here, sometimes not by our choice, sometimes by force, or sometimes with our choice. അപ്പോൾ കാനഡയിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കനേഡിയൻസ് തന്നെ അവർക്ക് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രശ്നം ഉണ്ടാക്കാനല്ല റൈറ്റ്സ് കൊടുത്തത്. എടോ, അവിടെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇപ്പോഴത്തെ ഞാൻ 22nd സെഞ്ച്വറി ആവാറ്. 21st സെഞ്ച്വറിയിലെ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം.
2017 എനിക്കൊന്ന് ജസ്റ്റിൻ ട്രൂഡോ ഇത് വന്നത്, ഇലക്ഷനും ഇതൊക്കെ വന്നത്. ആ സമയത്ത് അവരങ്ങോട്ട് ഓപ്പൺ അങ്ങോട്ട് ചെയ്തു. കാരണം എന്താ, അവർക്ക് എക്കണോമിക് ടൈസ് കൂടുതൽ വേണമായിരുന്നു, പൈസ കൂടുതൽ ഉണ്ടാക്കായിരുന്നു. കാനഡയിലെ ഏറ്റവും വലിയ ഇൻകം വരുന്നത് തന്നെ ടൂറിസം, ഈ സ്റ്റുഡൻസ് വിസയും മറ്റൊന്നാണ്. അവർക്ക് അവരുടെ പോപ്പുലേഷൻ കൂട്ടണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ ഇന്ന് ചെയ്യണ ഇത് ആ സമയത്ത് ചെയ്യണമായിരുന്നു. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് അടയ്ക്കുക, അവരിഷ്ടം പോലെ അത് ഇതാക്കുക. എത്ര ആൾക്കാർക്ക് നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാ പൈസയും ചിലവാക്കിയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് സെറ്റിൽ ചെയ്യാം, ഓക്കെ നല്ല ലൈഫല്ലേ, ഇത് അടിച്ചു പൊളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പോകും. അവിടെ ചെല്ലുമ്പോഴത്തേനും ദേ കിടക്കണം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ എന്തേ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോപ്പുലേഷൻ കൂടുതലാണ്. നമ്മളുടെ മലയാളികളുടെ പോപ്പുലേഷൻ വളരെ കുറവാണ് അവിടെ. അപ്പോൾ ഈ വിപ്ലവം ഉണ്ടാക്കുന്ന ആൾക്കാർ, അവിടെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് സെറ്റിൽ ചെയ്ത ആൾക്കാരുണ്ട്. അവരുടെ ഫാമിലി ജനറേഷൻസും ആൾക്കാരുണ്ട്. പിന്നെ കുറേ സ്റ്റുഡൻസ് വന്നിട്ട് പൈസ ചിലവാക്കി സ്റ്റുഡൻറ്റ് വിസയിൽ സ്റ്റുഡൻറ്റ് വിസ തന്നെ നിങ്ങൾ കൊടുക്കണം. പിന്നെ പഠിപ്പ് വിവരമില്ലാത്ത ഈവൻ പഞ്ചാബി ട്രക്ക് ഡ്രൈവേഴ്സ് അവിടെ വന്നിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് അവർ ട്രക്ക് ഓടിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് കഴുകുന്നുണ്ട്, റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പണികളും അവർ ചെയ്യാത്തത് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളുടെ നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്നുണ്ട്. ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാളുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, എന്നെക്കൊണ്ട് റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റിയില്ല, പിന്നെ ഞാൻ വിട്ടുപോയി, അത് ചെയ്തു ഇത് ചെയ്തു. പറ്റൂല, നമ്മൾക്ക് പറ്റൂല. അതുമാതിരി തന്നെ ഒരു ഹബീബ് ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് ഇന്നലെ മെസ്സേജ് ചെയ്തിരുന്നു, UAE ടാക്സ് ഇല്ല, അതില്ല, ഇതില്ല, നിങ്ങൾ നാട്ടിൽ പോയിട്ട് ചെന്നിട്ട് തെണ്ടുവോ, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ. എടോ, നമ്മുടെ നാട്ടിൽ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡാണ്. എത്ര പാവങ്ങളായാലും ശരി അവർ ജീവിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കരുത്, മനസ്സിലായില്ലേ? നിങ്ങൾ ഇങ്ങനത്തെ ഞാൻ നാട്ടിൽ തെണ്ടോ, എനിക്ക് തെണ്ടേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങളുടെ മാതിരി ഇവിടെ വന്നിട്ട് തെണ്ടണത് നിങ്ങളാണ്. നിങ്ങളിവിടെ വന്നിട്ട് ദുബായിൽ വന്നിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും ജോലി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മലയാളികളുടെ മെയിൻ സ്വഭാവമാണ് എന്താ, അവിടുത്തെ അപ്പുറത്തെ വീട് വലുതാവുമ്പോൾ എൻ്റെ വീട് അതിനേലും വലുതാക്കണം, മനസ്സിലായില്ലേ? അവർക്ക് അത്രയും സ്വർണ്ണം ഉണ്ട്, എനിക്ക് അതിനേലും കൂടുതൽ സ്വർണ്ണം വേണം. നമ്മൾക്ക് ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ആണ്. എന്നാൽ നോർത്ത് ഇന്ത്യൻസിന് അവർക്ക് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഇല്ല, അവരെന്ത് ജോലിയും ചെയ്യും. നമ്മുടെ മലയാളികൾക്ക് അതൊരു ചെറിയൊരു നാണാണ്. ഗൾഫിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു റേവാൻ ഗ്ലാസും ടേപ്പ് റെക്കോർഡറും ആയിട്ടുണ്ട്. പണ്ടത്തെ 1950 മുതൽ 60s 70s 80s മൂവീസിലും കാണിച്ചിരുന്നത് 555 സിഗരറ്റുമായിട്ടേ നിങ്ങൾ വരൂ അല്ലേ. പിന്നെ ഒരു കല്യാണം കഴിക്കുക, 2 കുട്ടികളാക്കുക, അവരെയും ദുബായിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ലൈഫ്. ഒന്ന് ചേഞ്ച് ആവാൻ നോക്ക്. ഇത് നമ്മുടെ രാജ്യമല്ല. എനിക്കിനി അരുണിനോടൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കാനഡയിൽ നിന്ന് ദുബായിലേക്ക് വരണമോ ഇല്ലയോ. ഇവിടെ ടാക്സ് ഇല്ല എന്ന് പലരും പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാനൊരു കാര്യം ഇപ്പോൾ പറയാം. വിചാരിക്കാം ടാക്സ് ഇല്ല, പക്ഷേ വാറ്റ് വന്നില്ലേ, അതൊരു തുടക്കം മാത്രം. സൗദിയിൽ ടാക്സ് വന്നു, എല്ലായിടത്തും ടാക്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഒമാനിൽ ഇൻകം ടാക്സ് വരാൻ പോകുന്നു, ബഹ്റൈനിൽ ഇൻകം ടാക്സ് വരാൻ പോകുന്നു. ഇങ്ങനെ സ്ലോലി അത് ഇഞ്ചെക്റ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോൾ സാലിക്ക് വന്നില്ലേ, സാലിക്കിൻ്റെ ഡൈനാമിക് പ്രൈസസ് വരുന്നു, അത് വന്നില്ലേ. ഞാൻ ഈ രാജ്യത്തിനെ തെറ്റിപ്പറയണതല്ല. ഞാൻ ദുബായിനെ, നിങ്ങൾ കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റിലിടുന്നുണ്ട് ഞാൻ ദുബായിനെ താഴ്ത്തി കാണിക്കുന്നു. നോ, ദുബായ് എന്ന് പറഞ്ഞാൽ UAE എന്ന് പറഞ്ഞ ഒരു രാജ്യം വലിയൊരു മഹാരാജ്യം തന്നെയാണ്, നല്ലൊരു രാജ്യം തന്നെയാണ്. സേഫാണ്, ഇപ്പോഴും സേഫാണ്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫാമിലിനെ ഇവിടെ വയ്ക്കൂ, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ അതുമാത്രമല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്കിവിടെ ഒരു സ്ഥലം കിട്ടില്ല. ഇതെൻ്റെ രാജ്യമല്ല, എൻ്റെ റൂട്ട് ഇന്ത്യയാണ്. അപ്പോൾ എനിക്ക് ഇന്ത്യയിൽ പോയേ പറ്റൂ, മനസ്സിലായില്ലേ? ഇവിടുത്തെ വിസ ഇഷ്യൂസും മറ്റ് ഇഷ്യൂസും എനിക്ക് ഇനി ഫേസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫാമിലി ഫേസ് ചെയ്ത സ്ട്രെസ് എനിക്ക് അവർക്കും കൊടുക്കാൻ പറ്റില്ല. ശരിയായിരിക്കാം, നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇന്നുണ്ടാവില്ല. ആര് പറഞ്ഞു? ഇറാഖിൽ നടന്നത് കണ്ടില്ലേ? ഇറാഖിൽ എത്ര സുഖമായിട്ട് ജീവിച്ച ആൾക്കാരുണ്ടായിരുന്നു. കുവൈത്തിൽ എത്ര സുഖമായിട്ട് ജീവിച്ച ആൾക്കാരുണ്ടായിരുന്നു. എന്ത് പറ്റി ഇറാഖും കുവൈത്തിൻ്റെ വാറിൻ്റെ സമയത്ത്? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് അധികം പോകേണ്ട ആവശ്യമില്ല, ഹിസ്റ്ററിയിൽ പോയാൽ മതി. ഇപ്പം തന്നെ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് ഇൻ ഡെപ്ത് പോയി നോക്കൂ, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇന്നൊന്നും സംഭവിക്കില്ല. ഇന്ന് നല്ല രാജകീയമായ ജീവിതമാണ് നമ്മളുടെ ദുബായിൽ. പക്ഷേ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു വേറത്, ഹബീബ് ഖാനാണ്. ഹബീബ് ഖാൻ ഭയങ്കരമായിട്ട് നമ്മൾക്ക് നല്ലൊരു കമൻറ്റ്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ആൾക്കാരെ. ഞാൻ അതല്ല പറയുന്നത്, ഞാൻ അവരെയും താഴ്ത്തി, അത് അവരുടെ ചിന്താഗതി ഇതാണ്. സോ ഐ സപ്പോർട്ട് ദം ഓൾസോ ഇൻ ദാറ്റ് മാറ്റർ.
ആൾ പറഞ്ഞു കാറ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് മറിച്ചൊക്കെ. എടോ കാറ് മേടിച്ചിട്ട് ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. ഞാൻ പറഞ്ഞത് അതൊരു റിസ്ക്കാണ്, കാർ ഓടിക്കുന്നത് ഒരു റിസ്ക്കാണ്. ഒന്നും മനസ്സിലാക്കാൻ നോക്ക്. മൂള ഉപയോഗിക്കും. കാറ് ഇപ്പോൾ മേടിച്ച് ഇപ്പം എത്ര ജനങ്ങൾ മരിക്കുന്നുണ്ട് എല്ലാ ദിവസവും. അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഒരു ഗ്യാരണ്ടിയില്ല ലൈഫിന്. ഇത് ഇപ്പം ഞാനിവിടെ ഇരുന്നാൽ തന്നെ എനിക്കൊരു ഹാർട്ട് അറ്റാക്കായിട്ട് എനിക്ക് മരിക്കാൻ പറ്റും, മരിച്ചു പോവും, പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ അധികം കളിയാക്കി സംസാരിക്കില്ല പ്ലീസ്. ഇരുന്നിരുന്ന് മതിയായി, നടക്കാണ്ട് പറ്റില്ല. ഒപ്പീനിയൻ ആർക്കും തരാം, നല്ലതാണ്. ഒപ്പീനിയൻ തരുന്നത് നല്ലതാണ്. നമ്മളൊരു ഡിബേറ്റായിട്ട് ഇത് കണക്കാക്കണം, അല്ലാണ്ട് നമ്മൾ തല്ല് പിടിക്കില്ല. നല്ലൊരു ഹെൽത്ത് ഡിബേറ്റായിട്ട് കണക്കാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ദുബായ് വിടുന്നുണ്ട്, എൻ്റെ ഒപ്പം ഒത്തുചേരുന്ന പല ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് വിട്ടു പോയവരുമുണ്ട്. പക്ഷേ അതുമാതിരി തന്നെ പല ആൾക്കാരും ഉണ്ടാവും അവർക്ക് ദുബായ് വിട്ടു പോകാൻ ഒരു താല്പര്യമില്ലാത്തവരും ഉണ്ട്. ഞാനിപ്പോൾ എല്ലാവരും വിട്ടു പോകുന്നതല്ലല്ലോ ഞാൻ പറയണത്. പക്ഷേ നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ നോക്കണമെന്ന് വെച്ചാൽ, വേറൊരു രാജ്യത്ത് സെറ്റിൽ ചെയ്യാൻ നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഫ്യൂച്ചറും കൂടി നോക്കണം. ആ രാജ്യത്തിൻ്റെ നിലനിർത്തൽ എന്ന് പറയില്ല, എനിക്ക് എൻ്റെ മലയാളത്തിൽ നല്ലതല്ല, എന്നാലും ആ സ്ഥിതി നോക്കണം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ അവിടെ സർവൈവ് ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അരുൺ രമേശ് പറഞ്ഞ മാതിരി തന്നെ ആൾ കാനഡയിൽ ചെന്ന് സെറ്റിൽ ചെയ്തു. ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കാനഡയിൽ. പിന്നെ ഞാൻ ഇപ്പോൾ ദുബായിൽ വരട്ടെ, നാട്ടിൽ പോകാൻ ആൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ, കാരണം നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് നമുക്കുള്ളത്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ വ്ളോഗിൽ കൂടെ ഞാൻ ചാലഞ്ച് ചെയ്തിട്ട് ആൾക്കാരെ കാണിക്കാൻ പോകുന്ന നാട്ടിൽ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു. നമ്മുടെ നാട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്കതാ മനസ്സിലാവാത്തത്. ഈ ഹബീബ്ക്കൊക്കെ ചോദിച്ച മാതിരി നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾ തെണ്ടോ, കൂലിപ്പണി ചെയ്യോ? എന്താണോ നമ്മുടെ നാട്ടിലെല്ലാവരും കൂലിപ്പണി ചെയ്യുക? അംബാനി നമ്മുടെ നാട്ടിൽ നിന്നല്ലേ ഇടും. അംബാനി ലൂലുവിൻ്റെ യൂസുഫ് അലി ഭായ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പൈസ ഉണ്ടാക്കി, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ തുറന്നില്ല യൂസുഫ് അലി ഭായ്. ആൾക്ക് മുളുണ്ട്. കാരണം ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ ആൾ സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട്. എന്തിനാ അംബാനി അഡാനി അങ്ങനെ അല്ലാണ്ട് അംബാനി അഡാനി നോക്കേണ്ട ആവശ്യമില്ല. അതുമാതിരി ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്, ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരായ ആൾക്കാർ. അത്ര ആവേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു വരുമാനം. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് ഇറക്കാണ്ട്, വിസ ഇല്ലാണ്ട്, നമ്മുടെ നാട് നിങ്ങളിവിടുന്ന് പോകണമെന്ന് പറയാൻ കേൾക്കാണ്ട്, അത് തന്നെ ഒരു നാണക്കേടല്ലേ? എന്നുവെച്ചാൽ ഇപ്പോൾ കാനഡയിലും ലണ്ടനിലും സ്വീഡൻ, പോളണ്ട് ഇതിപ്പോൾ പടർന്നു തുടങ്ങി എല്ലായിടത്തും. അവിടുന്ന് എല്ലായിടത്തും ഇതന്നെ പറയണത്, നമ്മുടെ നാട് വിട്ടു പോകണം നിങ്ങൾ. അത് സംഭവിക്കും, കാരണം അത് അവരുടെ നാടാണ്, നമ്മളുടെ നാടല്ല. ഒരു ദിവസം സംഭവിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ നിങ്ങളെന്ത് ചെയ്യും? പിന്നെ കാനഡയും യൂറോപ്യൻ കൺട്രീസോ വെസ്റ്റിലായാലും നമുക്കൊരു ചെറിയ സോഷ്യൽ സെക്യൂരിറ്റിയെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും പോയി. അതിപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്കാരനല്ല, ഓരോരോ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ ചെയ്യണത് കാരണമല്ല, അത് പണ്ടേ നമ്മൾക്ക് പോകേണ്ടതായിരുന്നു. കാരണം ഒരു മിനിറ്റ്, അത് പണ്ടേ നമുക്ക് പോകേണ്ടതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോപ്പുലേഷൻ തന്നെ ഭയങ്കരമായിട്ട് കൂടി അവിടെ. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഇഷ്ടം പോലെ ആൾക്കാർ, നമ്മുടെ പോപ്പുലേഷൻ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ കൂടി. അപ്പോൾ ഇന്ന് ദുബായിലേക്ക് പല കാനഡിയൻസും വരുന്നുണ്ട്. പിന്നെ ദുബായിൽ നിന്ന് കുറേ ആൾക്കാർ കാനഡയ്ക്കും പോയിട്ടുണ്ട്. ഇന്ന് ദുബായിലേക്ക് വരാൻ കാരണം പറഞ്ഞാൽ നാട്ടിൽ പോകാൻ അവർക്ക് ധൈര്യമില്ല, ഒരു പേടി, നാട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യും, അത് കാരണമാണ് ദുബായിലേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഭായ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം തന്നെ ആ റഷ്യയുടെ വാർ നടന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് അത് കഴിഞ്ഞിട്ട് വേറെ പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ നിന്നും കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതലൊരു ഹബ്ബായിരിക്കണം ദുബായ്. ഇത് ഫില്ലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പ്രാവശ്യം ഫില്ലായി കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകും. ഇവിടെ ഓൾറെഡി കുറേ ജനങ്ങൾ ഈ ആംനസ്റ്റി പ്രോഗ്രാം തുടങ്ങിയത് തന്നെ വന്നവർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. പോകാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ പെട്ടുപോയി, അതാ പറഞ്ഞത്. ഇവിടെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഇതുമാതിരി വേറൊരു ആംനസ്റ്റി പ്രോഗ്രാം തുടങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടാവണം, സോ ദാറ്റ് എനി ടൈം യു ക്യാൻ ലീവ് ഔട്ട് ഫ്രം ദിസ് കൺട്രി.
അപ്പോൾ ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പെട്ടുപോകും. അങ്ങനത്തെ കുറേ ജനങ്ങളെ ഞാൻ ഡെയിലി കാണുന്നതാണ്, പരിചയപ്പെടുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങി പിന്നെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജസ് ചെയ്യാറുണ്ട്, ഞാൻ സംസാരിക്കാറ് പോകുന്നുണ്ട്. കുറേ ആൾക്കാർ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രശ്നത്തിൽ പെട്ടവരുണ്ട്. പിന്നെ ഇതിലും അതെ, ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, ഞാൻ ലോൺ ഈസ് എ ട്രാപ്പ് എന്ന് പറഞ്ഞു. എടോ, ഞാൻ ലോൺ ഈസ് എ ട്രാപ്പ് എന്ന് ഇടാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒന്ന് മൂള് ഉപയോഗിക്കുക. ഞാൻ ലോൺ ഈസ് എ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ലോൺ എടുക്കരുത് എന്നുള്ള അർത്ഥമാണ്. ആദ്യം ഒന്ന് ഞാൻ പറയണതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നമ്മൾ ലോൺ എല്ലാവർക്കും ലോൺ ഭയങ്കര ഇഷ്ടമാണ് എടുക്കാൻ, പക്ഷെ കുറേ 90% ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണില്ല. മനസ്സിലായില്ലേ? എല്ലാവരും വിചാരിക്കും മാസം മാസം വെച്ച് കൊടുത്താൽ മതിയില്ലേ, പക്ഷെ പറ്റണില്ല. കുറേ ആൾക്കാർ പെട്ടുപോവാണ്. പിന്നെ ഇവിടെ എസ്പെഷ്യലി ഇവിടെ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജയിലിലാവും, പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളും, ട്രാവൽ ബാനായി, പിന്നെ ഇവിടെ പെട്ടുപോയി. അപ്പോൾ അതാണ് ആ റീസണാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതും പറഞ്ഞിട്ട് എൻ്റെ പിള്ളേരെ ചാടിക്കയറാ, കടിച്ച് ചീന്ത തന്നെ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഓക്കെ ലോൺ എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്, പക്ഷെ പല ആൾക്കാർക്കും പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സഹോദര ലോൺ ഈസ് എ ട്രാപ്പ് എന്ന്. അപ്പോൾ നമ്മൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ ആയാലും ശരി, ആരുടെ അടുത്ത് ചെന്നാലും അവരും അതിൻ്റെ പറയുള്ളൂ, ക്രെഡിറ്റ് കാർഡ് എടുക്കണത് നല്ലതാണ്, പക്ഷെ അതനുസരിച്ച് സമയത്തിന് അടച്ചില്ലെങ്കിൽ അത് പ്രശ്നമാവും. പിന്നെ അത് നമ്മുടെ തലയിലേ കയറുള്ളൂ. എന്തിന് പലിശയ്ക്ക് പൈസ എടുക്കണില്ല ആൾക്കാർ, അതന്നെ അവർ നമ്മൾ ഷാർക്കെന്നല്ലേ വിളിക്കുക അവരെ, കത്തി. എന്തിന് പലിശയ്ക്ക് പൈസ എടുക്കുന്നവരോട് നമ്മളങ്ങനെ, അവർ ചെയ്യുന്ന ബിസിനസ് അത്. അപ്പോൾ നമ്മൾ അതിൽ കൂടി പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പുറം രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് വേറൊരു പ്രശ്നം, അത് ഞാൻ ഫേസ് ചെയ്യണതാണ്. എൻ്റെ മോനിന്ന് ഡൽഹിയിൽ ചെന്നിട്ട് ഇപ്പോൾ സ്കൂളിൽ ചേർത്തി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ മോൻ, അവൻ്റെ ഫുൾ ലാംഗ്വേജ് സ്കിൽസ് തന്നെ പോയി. എന്ന് വെച്ചാൽ സ്വന്തം നമ്മുടെ ഭാഷ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് അത് തന്നെയാണ്. കാരണം കുട്ടികൾ നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പിന്നെ നമ്മളും ഇംഗ്ലീഷിലങ്ങ് സംസാരിക്കും. പക്ഷേ അവനക്ക് അവൻ്റെ മദർ ടങ്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഹിന്ദി, ഞാൻ പറയില്ല ഹിന്ദി നിർബന്ധമാണെന്ന്, പക്ഷെ എന്നാലും ഇന്നിപ്പോൾ ഡൽഹിയിലായതുകൊണ്ട് അവന് ഹിന്ദി പറ്റണില്ല. അപ്പം ഇങ്ങനെ ലാംഗ്വേജിൻ്റെ കുറേ പ്രശ്നങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കാനഡയിൽ നിന്നിട്ട് അവിടെ വളർന്നിട്ട് പിന്നെ തിരിച്ച് കൾച്ചർ ചേഞ്ചായി നമ്മളുടെ, പിന്നെ നമ്മൾ ഇന്ത്യയിൽ പോവുക, നമ്മളെ പുറത്താക്കി, പിന്നെ നമ്മൾ ഇന്ത്യയിൽ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യാൻ ലൈഫ് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോകണമെന്ന് വെച്ചാൽ 1-2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വിട്ടു പോവുക, അതാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം എൻ്റെ മാതിരി 30 കൊല്ലം എൻ്റെ ഫാദർ ചെയ്ത് തന്നെയാണ് ഞാനും റിപ്പീറ്റ് ചെയ്തത്. എൻ്റെ ഫാദർ 36 ഇയേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ, സക്സസ്ഫുൾ ആയിരുന്നു. ആളുകൾ വീടൊക്കെ ഉണ്ടാക്കി, ഫാം ഹൗസ് മേടിച്ചു, അങ്ങനെ പലതും. പക്ഷെ എന്നെക്കൊണ്ടത് പറ്റിയില്ല. ഞാൻ ആ സെയിം ഇതിൽ ഫോളോ ചെയ്ത് വന്നിരുന്നായിരുന്നു. പക്ഷേ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ കൂടി തുടങ്ങി. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ഇവൻ്റെ ലിവിങ് ലൈഫ് സ്റ്റൈൽ ഭയങ്കര ലാവിഷ് ആയിരിക്കും, മറ്റേതായിരിക്കും. എടോ, താൻ അറിഞ്ഞൂടെ ഞാനിങ്ങനെ ജീവിച്ചതെന്ന്. ഓക്കെ, ലാവിഷ് ആയിക്കോട്ടെ, ഞാൻ ജീവിക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടി ഇന്നും വരെ വിചാരിച്ചു നിങ്ങൾ. ഞാൻ നാളത്തേക്ക് സേവിങ്ങേ വയ്ക്കുന്നില്ല, അതൊന്നും നിങ്ങളുടെ ലുക്കൗട്ടല്ല. പക്ഷേ നിങ്ങൾ ജീവിക്കണതിൽ നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട് പറ. നിങ്ങൾ 15-20 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലത്തിൽ എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടി ഒന്ന് പറ. പിന്നെ ചിലവർ പറഞ്ഞിട്ട് ഇതൊരു ലക്കാണ്, അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഹാർഡ് വർക്കിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്, ലക്കിൽ ബിലീവ് ചെയ്യണമല്ല. ഹാർഡ് വർക്ക് ചെയ്തിട്ട് ലക്ക് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനത്തെ ഒരു ലുക്കൗട്ട് വേണം നമ്മൾക്ക്. ലക്ക് നമ്മൾ പറഞ്ഞ് വെച്ചിട്ട് അതിൽ കൂടെ നോക്കരുത്. അപ്പോൾ എനിക്ക് അരുൺ നായരുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് പറയണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദുബായിൽ വരണമെന്ന് വെച്ചാൽ നല്ലോണം റിസർച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞത് മാത്രം കേട്ടിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും ലൈഫ് സ്റ്റൈല് ഡിഫറെൻ്റാണ്. ഞാൻ ഇവിടുന്ന് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്ത 30 കൊല്ലം ആ ദിവസങ്ങളൊക്കെ പോയി, നല്ല ദിവസങ്ങളൊക്കെ ദുബായിലുണ്ടായിരുന്നത് പോയി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നാട്ടിൽ തിരിച്ചു പോണത്. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഫ്രീഡം ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? എനിക്ക് പുറത്തിറങ്ങി നടക്കണം. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 3 കൊല്ലമായി പാൻഡമിക് കഴിഞ്ഞിട്ട് ദുബായിൽ പെട്ടിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ആ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് നമ്മളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, പാൻഡമിക് ആയിക്കോട്ടെ, വാർ ആയിക്കോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് നിൽക്കണം അവിടെ. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷനും അവരുടെ കൾച്ചർ
അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ നാട് തന്നെയാണ് നല്ലത്. പിന്നെ ദുബായിൽ എക്സ്പെൻസസ് നോക്കിക്കഴിഞ്ഞാൽ ദുബായ് ഈസ് ഓൾസോ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റീസ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. സിംഗപ്പൂരിനായിട്ടാണ് അവർ കമ്പയർ ചെയ്യണത്. ദുബായ് ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ബിൽഡ് മോർ. മനസ്സിലായില്ലേ? അപ്പോൾ അതനുസരിച്ച് ഈ കൺസ്ട്രക്ഷനും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഇതൊരു ടൂറിസം ഹബ് സ്പോട്ടായി മാറിയിരിക്കുകയാണ്. അല്ലാണ്ട് ദുബായിലിപ്പോൾ എണ്ണയോ അതൊന്നുമില്ല. പിന്നെ നാലാമത്തത് ക്ലൈമറ്റ്, എയർ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പൊല്യൂഷനാണ് മാറ്റണം. പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും പൊല്യൂഷൻ ഇല്ലല്ലോ ഭായി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചൂട്. നമ്മളെപ്പോഴും എ സിയുടെ ഉള്ള. ഇപ്പം തന്നെ കണ്ടില്ല എൻ്റെ ബോഡി മൂവ്മെൻറ്റ്, പെയിന്. നമ്മൾ ഈ എ സിയിലിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുണ്ടല്ലോ ബോൺ മാരോ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് കേട്ടോ. എന്നുവെച്ചാൽ കൂടുതലും തണുപ്പ് കൂടുമ്പോൾ എ സി നമ്മുടെ ബോൺ മാരോ അങ്ങോട്ട് ബ്രിട്ടിലാവും, വിച്ച് ഈസ് നോട്ട് ഗുഡ്. നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് നാച്ചുറൽ ക്ലൈമറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ നാച്ചുറൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചൂടാണ്. അത് പറ്റില്ല. അപ്പോൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എപ്പോഴും എ സിയിലാണ്, വിച്ച് ഈസ് ഓൾസോ നോട്ട് ദാറ്റ് ഗുഡ്. പിന്നെ ദുബായിയുടെ എക്സ്പെൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സ് ഇല്ലാന്നാണ് പലരും പറയുന്നത്. ഇറ്റ്സ് എ ടാക്സ് ഫ്രീ ഹേവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഐ വുഡ് നോട്ട് അഗ്രി ടു ദാറ്റ്. കാരണം പല രീതിയിലും പല പ്രൈസസും നോളജ് ഫീയും പലതുമായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് പേര് ടാക്സ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക. ഇത് ആൾക്കാർക്ക് മനസ്സിലാവണില്ല. ഇതൊക്കെ ഒരു എന്താണ് പറയുക, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വാറ്റ് മാത്രം ഇവിടെ കൊടുക്കണുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു വീട് എടുക്കണമെന്ന് വെച്ചാൽ തന്നെ അതിന് മുമ്പ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പിന്നെ മണ്ണാങ്കട്ട, ഇത് അത് ദേവ ഫീസ്, മറ്റേ ഫീസ്, ദേവൽ സെക്യൂരിറ്റി ഒക്കെ നല്ലതാണ്, ഇല്ലാതെ ഞാൻ പറയില്ല. പക്ഷേ ഇതൊക്കെ കൂടി വരുമ്പോഴത്തേനും നമ്മുടെ കീശയിലുള്ളത് അങ്ങോട്ട് തീരും. പിന്നെ അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് വേറൊരു സ്ഥലവേന. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക നിങ്ങൾ. ആൻഡ് അരുൺ രമേശ്, if you ask me again that question, if I was in your place, would I move from Dubai? ഇപ്പോൾ ദുബായിൽ എനിക്ക് പ്രശ്നമായി. അപ്പോൾ would I move from Dubai to Canada എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഐ വുഡൻറ്റ്. ഒരു എക്സ്പീരിയൻസ് എൻ്റെ വളരെ വലിയ എക്സ്പീരിയൻസാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് സ്പെൻഡ് മൈ 30 years ഓഫ് മൈ ലൈഫ് ഇൻ ദിസ് കൺട്രി. എനിക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റിയോ ഒന്നും ഈ രാജ്യത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അവർ തരേണ്ട ആവശ്യമില്ല. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുമാതിരി തന്നെയാണ് കാനഡയിൽ ഇപ്പോൾ നടക്കുന്നത്. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് അവരുടെ രാജ്യമാണ് ഭായി. നമ്മളത് ഇപ്പം മനസ്സിലാക്കണം നല്ലത്. നമ്മളുടെ രാജ്യത്തിൽ നമ്മൾക്കുള്ളത് നമ്മളെപ്പോഴും നോക്കിയാൽ നമ്മുടെ രാജ്യത്തിനെ കുറ്റം പറയുള്ളൂ. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ നമ്മളുടെ ഉള്ള കഴിവുണ്ട്, ഇല്ലയെന്നല്ല. നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിൽ പൈസ ഉണ്ടാക്കിക്കൂടെ. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എൻ്റെ വ്ളോഗിൽ കൂടെ കാണിച്ചു തരാം. നമ്മളുടെ സ്കൂൾ റീയൂണിയൻ ഉണ്ട്. ഞാൻ നഴ്സറി മുതൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സാണ്. ഒപ്പം നമ്മളിപ്പോഴും റീയൂണിയൻ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വേറെ എവിടെയും പോയിട്ടില്ല. അവർ കറങ്ങാൻ പോയിട്ടുണ്ട് എല്ലായിടത്തും. കാനഡയിൽ പോയിട്ടുണ്ട്, US പോയിട്ടുണ്ട്, ദുബായിൽ വന്നിട്ടുണ്ട്. പക്ഷേ ജോലി ചെയ്യണ എവിടെയാണ് അവർ? നമ്മുടെ ഇന്ത്യയിൽ, ബാംഗ്ലൂരിൽ, ഡൽഹിയിൽ, പല സ്ഥലത്തുമായിട്ട്, പല സ്റ്റേറ്റ്സിലുമായിട്ട്. ആൻഡ് ദേ ആർ ഡൂയിങ് പ്രിറ്റി ഗുഡ്. എന്താ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് അവർ പൈസ ഉണ്ടാക്കണില്ലേ? സോ യെസ്, അപ്പം എന്നോട് ചോദിക്കുന്നത് വെച്ചാൽ നോ, ഐ വുഡ് നോട്ട് ഗോ ടു എനി അതർ കൺട്രി നൗ അൺലെസ് ഇറ്റ്സ് ജസ്റ്റ് എ വിസിറ്റ്, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാം. അല്ലാണ്ട് ഞാൻ അവിടെ ചെന്ന് ജോലി ചെയ്തിട്ടോ ഇതൊന്നുമല്ല. പിന്നെ മിസ്റ്റർ ഹബീബ് കാ, ഞാൻ നാട്ടിൽ ചെയ്ത് തെണ്ടെന്ന് പറഞ്ഞില്ലേ? തെണ്ടോ എന്ന് ചോദിച്ചില്ലേ നിങ്ങളോട് പറയാനുള്ളത്? ഞാൻ നാട്ടിൽ നിന്നിട്ട് കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകണമെന്ന്. നിങ്ങൾ തെണ്ടെന്ന് വെച്ചാൽ തെണ്ടിക്കോ. ഓൾറെഡി ഇവിടെ നമ്മൾ തെണ്ടൽ തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ ഇന്ത്യൻ ഒന്ന് മൂവ് എന്നുള്ള, മലയാളി ഒന്ന് മൂവ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇതൊക്കെ ഒരു ഡിപ്രസിങ് വീഡിയോ ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ വീഡിയോസ് ഞാൻ അത് കുറച്ച് കണ്ടപ്പോഴാണ് ഞാൻ നിർത്തി. കാരണം നമ്മുടെ ആൾക്കാരനെ തരം താഴ്ത്തി കാണിക്കുക, വിച്ച് ഐ ഡോണ്ട് ലൈക്ക്. അതൊരു കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരെ, ഇറ്റ് ഈസ് റിയലി നോട്ട് നൈസ്. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ആദ്യം സ്വന്തം മനസ്സിലാക്കുക, നിങ്ങൾ എവിടെയാണ് നിൽക്കണമെന്ന്. നമ്മൾ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ആദ്യം നമ്മൾ നോക്കുക, നമ്മൾ ശരിയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ചെന്നിട്ട് വലിയ ആൾക്കാരായി അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ തരം താഴ്ത്തി കാണിക്കുക. നെവർ ഡൂ ദാറ്റ്. ഇറ്റ്സ് നോട്ട് നൈസ്. യെസ്, ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ ദുബായ് ഈസ്
ടു മച്ച് നൗ. ലോട്ട് ഓഫ് പീപ്പിൾ കനോട്ട് അഫോർഡ് ഇറ്റ്. ഞാനിപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിൻ്റെ വീഡിയോയിൽ ഇട്ടുള്ളൂ. ചിലർ പറയും നോ സ്റ്റിൽ ഐ ക്യാൻ സർവൈവ്. നിങ്ങൾ സർവൈവ് ചെയ്യണ്ടോ? നിങ്ങളുടെ സാലറി എത്ര ഉണ്ടോ? എടോ അറ്റ്ലീസ്റ്റ് 15,000-20,000 ദിർഹം സാലറി ഉണ്ടായാലും നമ്മൾക്ക് അത്രയും ചിലവാകും ഇവിടെ. ഇറ്റ്സ് ടോട്ടലി അപ് ടു യു ഹൗ യു ലിവ് ആൻഡ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും. അത് ശരിയാണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും ഹൗ മച്ച് യു വിൽ സേവ്. പിന്നെ മറ്റേ ഡെവലപ്പിംഗ് നേഷൻസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നത് വെച്ചാൽ ഇന്ത്യ ഈസ് വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് എമേർജിങ് കൺട്രീസ് ഇൻ ദ വേൾഡ് അറ്റ് ദിസ് മൂമെൻറ്റ്. യു ഷുഡ് ബി പ്രൗഡ് അബൌട്ട് ഇറ്റ്. അല്ലാണ്ട് നമ്മളുടെ ഇന്ത്യൻസിനെ തരം താഴ്ത്തി കാണിച്ച് ഇങ്ങനെ ഇന്ത്യയുടെ കറപ്ഷനെ പറ്റിയിട്ടും, ഇവിടെ കറപ്ഷൻ ഇല്ലാത്ത രാജ്യമില്ല. കാനഡയിലും കറപ്ഷൻ ഉണ്ട്, ഇവിടെയും UAE-ലും കറപ്ഷൻ ഉണ്ട്. അവർ കാണിക്കാത്തതുള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രസ്സുകാർ എന്താണ് പറയുക, പിച്ച് ചീന്താണ് ഒരു ബൈറ്റിന് വേണ്ടിയിട്ട്, ഒരു ബിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഡെമോക്രസിയും നമ്മളെ ഫ്രീഡം അത് സമ്മതിക്കുന്നത്. നമ്മൾക്ക് ആ ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇത് കാരണം നമ്മൾക്ക് സംസാരിക്കാം. നമ്മൾക്ക് എന്തിന് പ്രൈം മിനിസ്റ്ററിൻ്റെ വരെ തെറി പറയാം, ഇല്ലേ? ഇപ്പോൾ ഈ കാനഡയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നത് ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊളിറ്റിക്കൽ മോട്ടീവായിട്ടുള്ള പ്രശ്നങ്ങളാണ്. കാരണം ഇപ്പോൾ ഈ ഇലക്ഷൻസ് വരുന്നതുകൊണ്ട് അവർക്ക് പിടിച്ച് നിൽക്കണം, അവിടുത്തെ പാർട്ടികൾക്ക് പിടിച്ച് നിൽക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പ്രാവശ്യം ആ ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോ, റിഫോംസ് ചേഞ്ച് ആവും, പലതും ചേഞ്ച് ആവും. ഇപ്പോൾ PR-ൻ്റെ ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് കാനഡയിൽ. പക്ഷേ ഒരു പ്രാവശ്യം പൊളിറ്റിക്കൽ ഇത് കഴിഞ്ഞാൽ, ടെർമോയിൽ കഴിഞ്ഞാൽ പല പുതിയ റൂൾസും വരും. പിന്നെ എക്സ്പാട്രിയേറ്റ്സിന് വേണ്ടിയിട്ടും മറ്റതും മറിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നടക്കണമെന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ അത് ഉണ്ടാവില്ല, കുറച്ച് നാൾ കഴിഞ്ഞാൽ. പക്ഷേ എന്തിന് നമ്മളിതൊക്കെ ഫേസ് ചെയ്യണം, മനസ്സിലായില്ലേ? നമ്മളിത് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഫേസ് ചെയ്യേണ്ട നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിൽ നമ്മളുടെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്, അത് ഫേസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ തന്നെ നോർത്ത് ഇന്ത്യൻസിനെ പിന്നെ അറബികൾ തന്നെ പറയാറുണ്ട് മൽബാരി. നമ്മൾക്കിവിടെ പേരുള്ളത് മൽബാരി എന്നാണ് മലയാളികളെ വിളിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മലയാളിയല്ലേ ഇവിടെ കാല് വെച്ചത്. നമ്മളുടെ ഈ ട്രേഡൊക്കെ നടന്ന് തുടങ്ങിയത് കടലിൽ കൂടെയാണ്. ട്രേഡ്സ് സ്പൈസ് വെച്ചിട്ട് നമ്മളുടെ ട്രേഡ് തുടങ്ങിയത് യു എയിൽ. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ മലയാളികളാണ്. സെയിം അതുമാതിരി സിംഗപ്പൂരിൽ തമിഴന്മാരെ ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ പല രാജ്യങ്ങളുണ്ട് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി കൂടുതലായിട്ട് നിൽക്കണവർ. അതുമാതിരിയാണ് കാനഡയിൽ സിഖുകാർ ഏറ്റവും കൂടുതലാണ്. ഗുജറാത്തികൾ ഇഷ്ടം പോലെ ഉണ്ട്, മനസ്സിലായില്ലേ? നമ്മുടെ മലയാളികളുടെ കൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ മലയാളി ഓൺ ദി മൂവുള്ള ആൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നത്. കാരണം ആളവിടെ ചെന്ന് സെറ്റിലൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ നല്ലോണം ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വിപ്ലവവും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കത് കാണുമ്പോൾ ഒരു പുച്ഛം. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. സോ ഐ ആം നോട്ട് ബ്ലെയിമിങ് ഹിം. ആളുടെ ചിന്താഗതി അതുമാതിരിയായിപ്പോയി. അപ്പോൾ അരുൺ രമേശ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഉണ്ടാക്കിയത് സ്പെഷ്യലി നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്, റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. കാനഡയിൽ നിന്ന് ദുബായിലേക്ക് വരണ്ടയോ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ വേറെതായിരിക്കും. ഞാൻ എൻ്റെ ഡിസിഷനാണ് ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ ഡിസിഷൻ നിങ്ങളുടെ ഡിസിഷനായിട്ട് മാറ്റരുത്. പക്ഷെ വരുന്നതിന് മുമ്പ് എനിക്ക് ആകെ ഒരു ചെറിയ കാര്യം പറയാനുള്ളൂ. റിക്വസ്റ്റ് ചെയ്യണത് ബേസിക്കലി റിസർച്ച് ചെയ്യാൻ നല്ലോണം. നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടോ എന്നാൽ മാത്രം ഒരു 2-3 മാസത്തിന് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. ആദ്യം 3-4 മാസത്തിനോ അങ്ങനെ ട്രൈ ചെയ്യാം ദുബായിൽ വന്നിട്ട് ജീവിച്ചിട്ട്. പറ്റൂല്ലെങ്കിൽ പിന്നെ സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ തന്നെ പോവാം, മനസ്സിലായില്ലേ? ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഞാനെങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള വീഡിയോകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ മാതിരി ദുബായിൽ പെട്ട പല ജനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മാതിരി പെട്ടെന്ന് പറഞ്ഞ മാതിരി പലരുണ്ട് രക്ഷപ്പെട്ടവർ. അപ്പം ഞാൻ അതല്ല പറയണത്. പലരുണ്ട് ദുബായിൽ നല്ലോണം ജീവിക്കുന്നവർ, എന്നുവെച്ചാൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. അവരെങ്ങനെ വെൽ സെറ്റിൽഡ് ആയത് അത് അവരുടെ ഇതാണ്. ഞാൻ
ആരെയും പിൻ പോയിൻ്റ് ചെയ്ത് കാണിക്കണമല്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ ലൈഫ് അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ നഷ്ടം വന്നത് അത് ഞാൻ ഏറ്റേ പറ്റൂ, വേറെ ആരും ഏൽക്കൂല എൻ്റെ നഷ്ടം. അപ്പോൾ ആ നഷ്ടം കാരണമാണ് ഞാൻ ഈ ഫേസ് ചെയ്ത് കാരണമാണ് ഞാൻ വിചാരിച്ചത് നാട്ടിലാണ് തിരിച്ചു പോകാമെന്ന്. അപ്പോൾ ഗായ്സ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഇന്നത്തെ വീഡിയോ കുറച്ച് വലുതായിപ്പോയി. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞെന്ന് വെച്ചാൽ പ്ലീസ് ക്ഷമിക്കുക. ഞാൻ ആരെയും തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഞാനൊരു കമ്പാരിസൺ തന്നാണ്. പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ടത് വെച്ചാൽ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ പ്ലീസ് അത് ഒന്ന് റിസർച്ച് ചെയ്യുക, ഗൂഗിൾ ചെയ്യുക, ഹിസ്റ്ററി നോക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾ ഒരു വീഡിയോ ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? അല്ലാണ്ട് വെറുതെ ആൾക്കാരെ ഓരോരുത്തരെ ഒരു കമ്മ്യൂണിറ്റീനെ തരം താഴ്ത്തി കാണിക്കരുത് നമ്മൾ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. നിങ്ങൾ പുതിയാണ് നമ്മുടെ ചാനലിൽ വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. സീ യു ഗൈസ് ഇൻ മൈ അതർ വ്ളോഗ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.